ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വരാനിരിക്കുന്ന ദീപാവലി സീസണിലേക്കുള്ള ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ഓഫറുകൾ കാണിച്ചുകൊണ്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. ഈ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നത് അഡോബി ഫോട്ടോഷോപ്പിലാണ്. അപ്പോൾ ഈ ഒരു വർക്കിന് ആവശ്യമായിട്ടുള്ള കണ്ടൻറ്റ്, അതുപോലെ തന്നെ ഇമേജ് കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഓൾറെഡി തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ഒരു പോസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് freepik.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ദീപാവലിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബോർഡർ കൂടി ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അതുപോലെ ഈ ഒരു ഡീറ്റെയിൽസുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ മനോഹരമായിട്ടുള്ള ഒരു ലേഔട്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഇവിടേക്ക് ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫയലിൽ പോയിട്ട് ന്യൂ സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ് നെയിം കൊടുക്കാം. ഞാനിവിടെ സോഷ്യൽ മീഡിയ പോസ്റ്റർ എന്നാണ് കൊടുക്കുന്നത്. ഈ ഒരു വർക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ സൈസോ കാര്യമൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു സൈസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ റെസൊല്യൂഷനൊക്കെ 300 തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കളർ മോഡ് RGB കീപ്പ് ചെയ്യാം. ഇനി ഇവിടെ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഡോക്യുമെൻറ്റിനകത്തേക്ക് നമ്മൾ മുൻപ് കണ്ട ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഒരു ഡോക്യുമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മൂവ് ചെയ്ത് ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം. ഇവിടെ നമുക്കൊന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഇതിൻ്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇവിടേക്ക് ഞാൻ ഇതിൻ്റെ ഒരു ബോർഡർ കൂടി കൊണ്ടുവരുന്നുണ്ട്. ഇത് നമുക്കിവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ബോർഡർ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു എഡ്ജിലൊന്നും നമ്മൾ ഗ്യാപ്പ് ഒന്നും വിടേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു വർക്ക് നമ്മൾ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ പ്രിൻറ്റിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബോർഡർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം കട്ടിങ്ങിൻ്റെ സമയത്ത് ഈ ഒരു ബോർഡറൊക്കെ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ഇവിടേക്ക് കൊണ്ടുവന്ന് അലൈൻ ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ഇവിടേക്കൊരു ക്യാപ്ഷനാണ് കൊണ്ടുവരേണ്ടത്. ഈ ഒരു കിടിലൻ ദീപാവലി ഓഫറുകൾ എന്നുള്ള ഈ ഒരു മലയാളം ക്യാപ്ഷനാണ് നമുക്ക് അവിടേക്ക് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ നമ്മൾ ആപ്പിൾ കാർഡ്സിനകത്ത് തന്നെയുള്ളൊരു ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ആപ്പിൾ കാർഡ്സിലെ അനുഗ്രഹ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അത് നമുക്ക് ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് വൈറ്റ് കളർ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ 2 ലൈനായിട്ട് കൊടുക്കാം. ഈ ഒരു കിടിലൻ എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് ലൈനിൽ കൊടുക്കാം. ഈ ഒരു ഫസ്റ്റത്തെ ആ ഒരു ലൈൻ നമുക്ക് അല്പം കൂടി സൈസ് കൂട്ടി കൊടുത്തൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫോണ്ട് സൈസ് ഞാൻ അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ 2 ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്യാരക്ടർ പ്രോപ്പർട്ടീസിൽ പോകുന്നുണ്ട്. ഞാനിവിടെ നിന്ന് അതിൻ്റെ സൈസ് ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും വേണ്ട, നമുക്ക് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഗ്യാപ്പാണ് ആവശ്യമുള്ളത്. അതുപോലെ നമുക്ക് ഇതിന് ഡ്രോപ്പ് ഷാഡോ കൂടി കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെയർ സ്റ്റൈൽ ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് ഞാൻ ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഡിസ്റ്റൻസ് മാത്രം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ ഇതിൻ്റെ ആംഗിൾ കൂടി ഒന്ന് ഞാൻ സ്വല്പം റൈറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഇത്ര ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു ആംഗിളിലാണ് നമുക്ക് ഡ്രോപ്പ് ഷാഡോ കൊടുക്കേണ്ടത്. അതുപോലെ ഈ ഒരു ഡ്രോപ്പ് ഷാഡോയിൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറാണ്. നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഡ്രോപ്പ് ഷാഡോ അല്ല ആവശ്യമുള്ളത്. നമുക്ക് മറ്റൊരു കളർ സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു കളറിനോട് മാച്ച് ആവുന്ന ഒരു കളറാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇതിൻ്റെ അല്പം കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു കളറ്. ഈ ഒരു കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇത്രയും ഡ്രോപ്പ് ഷാഡോ മതി. അതുപോലെ നമുക്ക് ഈ ഒരു ഡീറ്റെയിലിനൊന്ന് അല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫ്രീ ട്രാൻസ്ഫോം ഇനേബിൾ ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഹാപ്പി ദീപാവലിയുടെ ഒരു സ്റ്റിക്കർ കൂടി കൊടുക്കണം. അത് ഞാൻ ഓൾറെഡി തന്നെ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം.
ഓക്കെ, ഇനി അടുത്ത ഡീറ്റെയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇനി വരുന്ന ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഈ ഒരു മൊബൈലിൻ്റെ ഓഫർ ക്യാപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസും ആ ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം. നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഫോണ്ടും കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. നമ്മൾ പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാണ് ഇതിന് കൊടുക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കളറൊന്ന് ഞാൻ ഇവിടുന്ന് വൈറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു 3 ലൈനുകളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫസ്റ്റത്തെ ലൈൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ നമുക്ക് റെഗുലർ ചേഞ്ച് ചെയ്തതിന് ശേഷം ലൈറ്റ് ഇറ്റാലിക് സെലക്ട് ചെയ്യാം. അതുപോലെ ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂടി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 18 കൊടുത്താൽ മതി. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഗെറ്റ് ഫ്രീ എന്നുള്ളതിൻ്റെ സ്റ്റൈൽ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം. ഇതിന് നമ്മൾ ഇവിടുന്ന് ബോൾഡ് ഇറ്റാലിക്കാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഞാനൊരു 36 പോയിൻ്റ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റത്തെ ആ ഒരു ലൈനിൻ്റെ സ്റ്റൈൽ കൂടി ചേഞ്ച് ചെയ്യാം. ഇതിന് നമ്മളിവിടുന്ന് എക്സ്ട്രാ ബോൾഡ് ഇറ്റാലിക്കാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസ് ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഈ ഒരു ലൈനിന് നമുക്ക് മറ്റൊരു കളർ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കളർ പിക്കറിലേക്ക് പോവാം. ഇവിടെ നമുക്കൊരു യെല്ലോ കളർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു കളർ മതി. അതുപോലെ ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ ഇടയിലുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്യാരക്ടർ പ്രോപ്പർട്ടീസിൽ പോകുന്നുണ്ട്. ഈ ഒരു ലൈൻ അല്പം കൂടി മുകളിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഡ്രോപ്പ് ഷാഡോ കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ ഒരു ഡ്രോപ്പ് ഷാഡോ തന്നെ കോപ്പി ചെയ്തിട്ടൊന്ന് എഡിറ്റ് ചെയ്താൽ മതി. ഇവിടെ ഈ ലെയറിൽ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് കോപ്പി ലെയർ സ്റ്റൈൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ലെയറിൽ വന്ന് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ലെയർ സ്റ്റൈൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഡ്രോപ്പ് ഷാഡോ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷാഡോയുടെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീണ്ടും ലെയർ സ്റ്റൈലിൽ പോവാം. നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും ഷാഡോ മതി. ഈ ഒരു ടെക്സ്റ്റിന് ആപ്റ്റായിട്ടുള്ള ഷാഡോ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിവിടെ ദീപാവലിയുടെ ഒരു മെയിൻ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു ഓഫർ ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് ലാസ്റ്റ് ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഇമേജ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റത്തെ ഡോക്യുമെൻറ്റിലേക്ക് പോവാം. ഓക്കെ, ഈ ഒരു ഇമേജ് നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഇമേജ് ഇവിടെയാണ് കൊടുക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്പേസിൽ നമുക്ക് മറ്റു കുറച്ച് ഓഫർ ഡീറ്റെയിൽസ് കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാം. ഈ ഒരു സ്പെഷ്യൽ ഓഫറാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഇത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം. ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് 3-4 ലൈനായിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ഡീറ്റെയിലിന് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഡീറ്റെയിൽസിൻ്റെ ഫോണ്ട് കൂടി ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ ഞാൻ പോപ്പിൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഞാൻ വൈറ്റ് കളർ കൂടി സെലക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡീറ്റെയിൽസിന് നമ്മൾ മുകളിൽ കൊടുത്ത പോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള സൈസും അതുപോലെ സെപ്പറേറ്റ് സ്റ്റൈലുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ലൈനും സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ സ്റ്റൈലുകൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ ലൈൻ സെലക്ട് ചെയ്യാം. നമുക്കിതിൻ്റെ സ്റ്റൈലൊന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടുന്ന് ഞാൻ ലൈറ്റാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു 3 ലൈനും ക്യാപിറ്റലൈസ്ഡ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഡീറ്റെയിലിന് ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിവിടെ ക്യാരക്ടർ പ്രോപ്പർട്ടീസിലേക്ക് പോവാം. ഇവിടുന്ന് ഞാൻ ഓൾ ക്യാപ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ലൈന് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ലൈറ്റിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് സൈസ് അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇനി ലാസ്റ്റ് ലൈൻ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കിവിടെ ബോൾഡിൽ കൊടുക്കാം. അതുപോലെ നമുക്ക് മുകളിലത്തെ ആ ഒരു സെയിം സൈസ് തന്നെ കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഇത് നമുക്ക് ബോൾഡിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനിവിടെ ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ടാഗ് ഇവിടേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ടാഗാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ടാഗിനും ഡ്രോപ്പ് ഷാഡോ കൊടുക്കണം. അപ്പോൾ ഈ ഒരു സെയിം ഷാഡോ തന്നെ കോപ്പി ചെയ്യാം. ഓൾറെഡി നമ്മൾ ഷാഡോ കോപ്പി ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ലെയർ സ്റ്റൈൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഷാഡോ വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യാം. ഡിസ്റ്റൻസ് മാത്രം അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ഡീറ്റെയിൽസ് നമ്മളിവിടെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മൊബൈലിൻ്റെ മോഡലിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈ 2 ലൈൻ ഞാൻ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സെയിം യെല്ലോ കളറാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഡീറ്റെയിൽസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ താഴേക്ക് മൊബൈൽ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ മറ്റ് മൊബൈലുകളുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഡീറ്റെയിൽസുകളെല്ലാം ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റിൽ നിന്ന് കോപ്പി ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മൊബൈൽ ബ്രാൻഡുകളുടെ ലോഗോയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം. നമുക്കിവിടെ താഴെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ വൈറ്റ് കളർ ഫില്ല് ചെയ്യണം. അതിനായിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ലെയർ ഒന്ന് താഴേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളിവിടെ മൊബൈൽസിൻ്റെ ലോഗോ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകളും പ്ലേസ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് മൊബൈൽ ഷോപ്പിൻ്റെ നെയിം കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടേക്ക് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടുന്ന് സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു റെക്റ്റാങ്കിൾ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിതിനൊരു കളർ ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ന്യൂ ലെയർ കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഷിഫ്റ്റ് കൺട്രോൾ N പ്രസ് ചെയ്താൽ മതി. ഇവിടെ ന്യൂ ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു കളർ ഫില്ല് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫിൽ ഓപ്ഷനിൽ പോകുന്നുണ്ട്. ഇവിടെ നിന്നൊരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഓൾട്ട് ഡിലീറ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇതിനകത്ത് കളർ ഫില്ല് ചെയ്യുന്നുണ്ട്. ഇതിന് അല്പം കൂടി താഴേക്ക് നീക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലൂടെ സ്ലോപ്പായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഇവിടേക്ക് ആ ഒരു മൊബൈൽ ഷോപ്പിൻ്റെ നെയിം ടൈപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു നെയിം ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാം. ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് തന്നെ ഞാൻ ഇവിടുന്ന് ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ വൈറ്റ് കളർ കൂടി സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു 5Gയുടെ മാത്രം സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യണം. അതുപോലെ ഇതിൻ്റെ സ്റ്റൈൽ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഞാൻ ബോൾഡാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ സൈസ് നമുക്ക് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മൊബൈൽസിൻ്റെ സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ഈ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. അതായത് ഇതിൻ്റെ ഹൈറ്റ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഒന്ന് ഇതിൻ്റെ സ്ലോപ്പായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പെൻ ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിതുപോലെ സിമ്പിളായിട്ടൊരു പാത്ത് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ലെയർ ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് മറ്റൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മൊബൈൽ നമ്പർ അതുപോലെ തന്നെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്യണം. അതിനായിട്ട് ഞാൻ മറ്റൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഹൈറ്റിൽ തന്നെയുള്ളൊരു റെക്റ്റാങ്കിൾ ഷേപ്പാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇതിന് നമുക്ക് മറ്റൊരു കളർ സെലക്ട് ചെയ്യാം. ഇതിന് ഞാൻ ഇവിടെ നിന്ന് ഒരു കളർ പിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കളർ മതി. ഇതിൻ്റെ ലെയർ നമുക്ക് താഴേക്ക് മൂവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കൺട്രോൾ കീ ഹോൾഡ് ചെയ്തതിന് ശേഷം ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് കീ ആണ് പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ലെയർ താഴോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സെയിം ഹൈറ്റ് തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഈ മൊബൈലിൻ്റെ ഇമേജസ് ഒക്കെ അല്പം കൂടി മുകളിലോട്ട് നീക്കി വെക്കാം. ഈ 2 ഷേപ്പിനെ ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഹൈറ്റ് അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടേക്ക് മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇതിനെ നമുക്ക് ഫോണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇവിടെ ഞാൻ വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഒരു 13 കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് ഇവിടേക്ക് മൊബൈലിൻ്റെ ഒരു ഐക്കൺ കൂടി കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഒരു ഡോക്യുമെൻറ്റിലേക്ക് പോകാം. ഓക്കെ, ഈ ഒരു ഐക്കണാണ് നമുക്ക് അവിടേക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, ഇതിവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം.
ഇനി ഇവിടേക്ക് നമുക്ക് വെബ്സൈറ്റ് ഡീറ്റെയിൽ അതുപോലെ അഡ്രസ്സ് ഡീറ്റെയിലും കൂടെ കൊടുക്കാം. അപ്പോൾ ആ ഒരു ഡീറ്റെയിലും ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. അല്പം കൂടി ഇതൊന്ന് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ കൺജസ്റ്റഡ് ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡീറ്റെയിലിനെയും ഈ ഒരു ഐക്കണേയും കൂടി ലെഫ്റ്റിലോട്ട് കുറച്ചും കൂടെ മൂവ് ചെയ്യാം. അതുപോലെ ഈ ഒരു ഷേപ്പിനെ നമുക്ക് അല്പം ഒന്ന് വിടുത്ത് കുറച്ച് വെക്കാം. ഈ ഒരു ഷേപ്പിൻ്റെ വിടുത്ത് അല്പം കൂടി ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിവിടെ മൊബൈൽ ഷോപ്പിൻ്റെ നെയിം അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽ വെബ് അഡ്രസ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇമേജിന് അല്പം ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കാം. ഇവിടെ എല്ലാ ഡീറ്റെയിലിനെയും നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്കിവിടെ താഴേക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി കൊടുക്കാം. അപ്പോൾ ഇനി ഇവിടേക്ക് കൊടുക്കാനുള്ള നമുക്കൊരു QR കോഡ് അതുപോലെ തന്നെ ഒരു EMIയുടെ ഡീറ്റെയിൽസ് കൂടിയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസും ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവരാം. ഈ ഒരു ബാങ്കുകളുടെ ലോഗോയാണ് നമുക്ക് അവിടെ കൊടുക്കാനുള്ളത്. ഇനി നമുക്ക് EMIയുടെ കണ്ടന്റ് കൂടി കൊടുക്കാം. ഈ ഒരു ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനുള്ളത്. നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ അല്പം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടേക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ബാങ്കിൻ്റെ ലോഗോയിൻ്റെ അതേ സൈസിൽ തന്നെ നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ കളറ് ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം. ഇനി ഒരു ലെയറിനെ ഞാൻ താഴേക്ക് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ബ്ലാക്ക് കളറാണ് ഇപ്പോൾ ഉള്ളത്. ഇത് മാറ്റി നമുക്ക് വൈറ്റ് കളർ ആക്കാം. ഓക്കെ, ഇതിൻ്റെ ഫോണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണം. നമ്മൾ ഈ ഒരു ഡിസൈനിനകത്ത് ഇംഗ്ലീഷ് കണ്ടന്റിനെല്ലാം പോപ്പിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസിനും പോപ്പിൻസ് എന്നുള്ള ഫോണ്ട് തന്നെ കീപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു QR കോഡ് കൂടി കൊടുക്കാം. ഈ QR കോഡ് ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ ഞാൻ ഓൾറെഡി തന്നെ പ്രീ പ്ലാൻഡ് ആയിരുന്നു. ഈ ഒരു ഡിസൈനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസുകൾ അല്ലെങ്കിൽ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ലൈവായിട്ട് നിങ്ങളുടെ മുൻപിൽ ക്രിയേറ്റ് ചെയ്ത് കാണിക്കാത്ത നമ്മുടെ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അല്ലെങ്കിൽ ബോർഡറൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സോഴ്സ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ ഒരു മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ മലയാളം എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഫോട്ടോഷോപ്പിലേക്ക് പ്ലേസ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഈ ഒരു ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പം നിങ്ങൾ PSD ഫോർമാറ്റിൽ തന്നെ ഇത് സേവ് ചെയ്ത് വെക്കുക. ഈ ഒരു വർക്കിനകത്ത് എന്തെങ്കിലും എഡിറ്റിങ്ങോ കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സോഴ്സ് ഫയൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് കൂടി രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.